അങ്ങനെ ചെറിയൊരു ഓഫ് റോഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മ മുകളിലെത്തിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഒരു ഡ്രീമാണ് എവിടെയെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ പോയിന്റിൽ ടെൻ്റ് അടിച്ചിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്നുള്ളത്. എനിക്കും ഇതുപോലെ ഭയങ്കര ആഗ്രഹം ഉണ്ടായതാണ്. എനിക്ക് മാത്രമല്ല, മുമ്പ് പോകുന്നവനും ഭയങ്കര ആഗ്രഹം ഉണ്ടായതാണ് ഇതുപോലെ ടെൻറ്റിൽ എവിടെയെങ്കിലും ഒരു ദിവസം സ്റ്റേ ചെയ്യണം. കുറച്ചൊരു ട്രക്ക് ചെയ്ത് നല്ലൊരു വ്യൂ പോയിന്റിൽ ഒരു ടെൻ്റ് അടിച്ച് കടന്നുറങ്ങി രാവിലത്തെ ആ വ്യൂ എല്ലാം കണ്ട് അങ്ങനെ വരണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ആയി അത് പ്ലാൻ ചെയ്യുന്നതല്ലാണ്ട് ഈ സംഭവം നടക്കുന്നില്ല. ടെൻറ്റ് നമ്മൾ മുമ്പേ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ടെൻറ്റിൽ നമ്മൾ ധനുഷ്കോടി യാത്രക്കെല്ലാം ടെൻറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂം എടുത്തിട്ടുണ്ടായിട്ടില്ല. ധനുഷ്കോടി യാത്രയിൽ നമ്മൾ ഏകദേശം ഒരു 10 ദിവസം അടുപ്പിച്ച് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ 10 ദിവസം റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്രോൾ പമ്പിൽ ഫ്രീ ആയിട്ട് ഏതെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ച് അങ്ങനെ സ്റ്റേ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ 10 ദിവസം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ ഏതെങ്കിലും ഒരു മൗണ്ടനിൽ പോയി അങ്ങനെ ടെൻ്റ് അടിച്ചിട്ട് നമ്മൾ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. അത് കുറേ നാളും കൊണ്ടുള്ള ആഗ്രഹമാണ്. അപ്പം ഞാൻ ശരിക്കും ഇത് പ്ലാൻ ചെയ്തത് മേഘമല യാത്രയ്ക്ക് മുന്നേ ആണ്. പക്ഷെ മേഘമല യാത്രയ്ക്ക് മുന്നേ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഉള്ള സാഹചര്യം കൊണ്ട് അത് നീണ്ടുപോയി. ഇനിയിപ്പോൾ എന്തായാലും ഈ ടെൻ്റ് പരിപാടി കഴിഞ്ഞിട്ട് ഇനി അടുത്ത യാത്ര പോകുന്നില്ലോ എന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇന്നിപ്പം നമ്മ രണ്ടാളും ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ച പോലീസുകാർ പിടിച്ചു. ക്യാമറ ഹെൽമെറ്റിന് ക്യാമറ വെച്ചാൽ അവർ പറയും, ഹെൽമെറ്റിന് ക്യാമറ വെച്ചുകൂടല്ലോ. പോകുമ്പോൾ ഫുഡ് എന്തെങ്കിലും വാങ്ങണം. ഫുഡ് വാങ്ങിയിട്ട് മുകളിലോട്ട് പോവാം. അതിന് അവിടെ എത്തിയാൽ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി വണ്ടി ഒന്ന് സൈഡാക്കി. അങ്ങനെ ചെറിയൊരു ഓഫ് റോഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മ മുകളിലെത്തിയിട്ടുണ്ട്. ഇവൻ ഈ ഡ്യൂക്കും കൊണ്ട് ഈ സാധനം ഫുള്ള് കയറ്റിയിട്ടുണ്ട്. ഇതിന് ചെറിയ സാധനമാണ്, അതിന് കുറച്ച് വലുതും. അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഇടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് ബാക്കി മുകളിൽ കയറിയിട്ട് ടെൻറ്റ് സെറ്റാക്കണം. ഇരുട്ടാവാൻ തുടങ്ങി. വണ്ടി താഴെ വെച്ചിട്ടുണ്ട്, ഹാൻഡ്ലോക്കെല്ലാക്കി സേഫാക്കി വെച്ചിട്ടുണ്ട്. ആരും വരാനും സാധ്യതയില്ല ഇങ്ങോട്ട്, എന്നാലൊരു സേഫ്റ്റിക്ക്. അങ്ങനെ ടെൻറ്റും ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തിട്ട് മെല്ലെ മുകളിലോട്ട് കയറുന്നത്. എത്ര ദൂരം നടക്കാനില്ല എന്നുള്ളത് ശരിക്കും അറിയില്ല. എത്ര ദൂരം ഇല്ലടാ, നടന്നു നോക്കിയാലേ രക്ഷയില്ലൂ. അമ്മ ഇപ്പോൾ 7 മണിയായി. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാത്രി ഫുള്ള് ഇവിടെയാണ് സ്റ്റേ. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ലു. അപ്പം ടോട്ടൽ ഈ വ്യൂ ഒന്ന് കാണണം, രാവിലെ എങ്ങനെയാണെന്ന് നോക്കണം. കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു കുന്നിൻ്റെ മുകളിൽ വന്ന് ഇതുപോലെ ടെൻ്റ് അടിക്കണമെന്നില്ലേ. നമ്മൾ രണ്ടാൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഇല്ലൂ. അപ്പോൾ താഴെന്ന് പറഞ്ഞാൽ ആരും മുകളിലോട്ട് കയറി വരാനൊന്നുമില്ല. ഇടയ്ക്ക് ആൾക്കാരുണ്ടാവില്ല ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെൻറ്റ് സെറ്റാക്കാൻ വേണ്ടി പോയേന്ന്. ബാക്കി ടെൻറ്റ് സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള പരിപാടി. അപ്പോൾ ടെൻറ്റ് ഇതാണ്. ടെൻറ്റ് സെറ്റാക്കി നമ്മൾ ഇപ്പോൾ രാത്രിക്കത്തെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ എൻഡിലാണ് ടെൻറ്റ് സെറ്റാക്കിയിട്ടുള്ളത്. ടെൻറ്റിൻ്റെ ഈ റൂം സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഇതാണ്. അപ്പോൾ രാവിലെ ഇവിടുത്തെ കാഴ്ച നല്ല രസമുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഫോണിൽ അത്ര പേരെ കാണുന്നു, ക്യാമറയിൽ അത്ര പേരെ കാണുന്നില്ല. ഇപ്പം ടെൻറ്റിൻ്റെ ഉള്ളിൽ സാധനം
സെറ്റ് ചെയ്യണം. സാധനമൊന്നുമില്ല. വീട്ടിൽ നിന്ന് വരുമ്പോൾ 2 ബ്ലാങ്കറ്റ് എടുത്തിന്. ഒന്ന് നമുക്ക് വിരിക്കാനും ഒന്ന് പുതക്കാനും. ഇത് നമ്മൾ സ്ഥിരം കൊണ്ടുപോകുന്ന സാധനമാണ്. നമ്മൾ മറ്റേ ധനുഷ്കോടി പോയി എടുത്ത് അതേ സെയിം സാധനം അലക്കിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല ബാഗിൽ. പിന്നെ ഒരു ഹൂഡീസ് ഉണ്ട്, തണുപ്പായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ഇത്രയാണ് ബാഗിലില്ലേ. ബാഗിൽ ഒരു മുലക്കൊക്കെ. പിന്നെ ഈ സാധനം ലൈറ്റ്, അതിൻ്റെ മുകളിൽ ലൈറ്റ് തൂക്കിയിടാനുള്ള സെറ്റപ്പ് ഓൾറെഡി ഉണ്ട്. ഈ ലൈറ്റും നമ്മൾ ധനുഷ്കോടി പോകുന്ന സമയത്ത് ടെൻ്റ് അടിക്കുമ്പം അതിന് വേണ്ടി വാങ്ങിയ സാധനമാണ്. ചാർജ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ചെറിയ പൈസ 120 റുപ്യ അങ്ങനെയായിട്ട് അതിൻ്റെ റേറ്റ് ഇല്ലു. അപ്പോൾ ഇനി വിരിപ്പ് സെറ്റാക്കണം ഇതിൻ്റെ ഉള്ളിൽ, ഇല്ലെങ്കിൽ കിടക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് സാധനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചായപ്പൊടി, പഞ്ചസാര, ചായ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തീ കൂട്ടി ചായ വെക്കണം. പിന്നെ ഒരു പാട്ടെടുത്തിട്ടുണ്ട് ചായ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ഗ്ലാസ് വെള്ളം. പിന്നെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തിട്ടുണ്ട്. ഫുഡ് ഇനി ഇടുന്ന ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, കാരണം താഴെ പോകാനൊന്നും പറ്റില്ല. ഏറ്റവും ടോപ്പിലായില്ലേ. അപ്പം ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്, കറി നമ്മൾ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. പിന്നെ വെള്ളം അത്യാവശ്യം 2 ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു ടിന്നിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്. പയൽ കുറച്ച് ഉണക്ക് വിറക് അടുന്നിടുന്ന് തപ്പിക്കൊണ്ടുവന്നിട്ട് ചെറിയൊരു ക്യാമ്പ് ഫയർ 180 ക്യാമ്പ് ഫയർ. കത്തുമെന്ന് അറിയില്ല. സിഗരറ്റ് ലൈറ്റ് ഇല്ലേ, എല്ലാം കത്തിക്കുന്നുണ്ട്. അവസാനം കല്ലരച്ച് തീയാക്കേണ്ടി വരുമോ? ഇത് ഇപ്പോഴേ കത്തിക്കുന്നുണ്ടോ? കുറച്ച് ലേറ്റ് ആയിട്ട് കത്തിച്ചാൽ പോരെ? തീ പിടിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് വരുവാ. വീടെല്ലാം കത്തിക്കുന്നത് ഇവിടെ കത്തിച്ച ഇതല്ലേ? ഉണ്ട് വീടെല്ലാം കത്തിച്ചടയാറുണ്ട്. ആ വിറകിന് നീ കിട്ടിയാലേ ടെൻറ്റിന് മാറി പിടിക്കൂലല്ലോ. ഈ സംഭവങ്ങളൊന്നും പ്ലാൻ ചെയ്യാത്തതാണ്. ഇതെല്ലാം ഇവിടെ വന്നിട്ട് ഇതൊന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഈ തീക്കുട്ടി കത്തിക്കണമെന്നോ ചായ വെക്കണം, രാവിലെ എണീച്ച് ചായ വെക്കാന്നില്ല മൈൻഡൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ ഈ സാധനം ഇവിടെ വന്ന് ഈ ടിന്ന് ഇടുന്ന കണ്ടില്ലേ, അപ്പം അങ്ങനെയാണ് ഞാൻ എന്നാ ഇത് തീ കൂട്ടിയേക്കാന്ന് വിചാരിച്ച്. ഈ വിറക് കത്തി കിട്ടിയാൽ നീ സെറ്റാണ്. വിറക് കത്തും എന്തായാലും ഉണങ്ങിയതല്ലേ. ഇനിയിപ്പോൾ അപ്പുറത്തൊക്കെ ഒന്നും ഇവർ വിചാരിക്കുക. അല്ല, ഈടെ എന്തായാലും തീ ഇടുന്നത് കുറേ സ്ഥലത്ത് തീ ഇട്ടിട്ട് കാണുന്നുണ്ട്. ആ പുല്ല് ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാം ബാക്കിയുള്ളവരെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കലല്ലേ? പറയുമ്പോൾ നമുക്ക് ഭ്രാന്താന്ന് പറയില്ല. ഞാൻ അതുകൊണ്ട് ആരോടൊന്നും പറയില്ല. പറഞ്ഞാൽ പറയും നമുക്ക് ഭ്രാന്താന്ന്. നിങ്ങൾക്കെല്ലാം വേറെ പണിയില്ലേന്ന് കഴിക്കല്. ഇന്ന് വീശാനൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റാക്കിയിട്ടുണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ. നമ്മൾ ഇടുന്നല്ലോ കുറച്ച് വിറകും കുറച്ച് കാർബോർഡ് നഷ്ടമെല്ലാം കൂട്ടിയിട്ട് ഈ ടിന്നിൻ്റെ ഉള്ളിലിട്ട് കത്തിച്ചിട്ട് ക്യാമ്പ് ഫയർ ആക്കിയാണ്. നല്ല രസമില്ല പരിപാടി. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. പിന്നെ ഈ ക്യാമ്പ് ഫയറിൻ്റെ ഇടുക്കി ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ക്യാമ്പ് ഫയറെല്ലാം വെച്ച് ചെറിയൊരു ഫുഡെല്ലാം കഴിച്ച് നല്ല ആംബിയൻസ് ആണ് ശരിക്കും പറഞ്ഞത്. നല്ല രസമാണ് ഇങ്ങനെയുള്ള പരിപാടി. അപ്പം അത് 2 മതി ചോദിച്ചു എന്നോട്. ഞാൻ 4-5 പറഞ്ഞു ഒരാൾക്ക്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ടെൻറ്റ് കയറി കിടക്കാനുള്ള പരിപാടിയാണ്. ഏകദേശമായി 10 മണിയായി. രാവിലെ എണീക്കണം. നല്ല തണുപ്പുണ്ട്.
ക്യാമ്പ് ഫയർ ആക്കിയെല്ലാം കത്തി കഴിഞ്ഞു. ഇനി വിറകൊന്നും മറക്കാൻ പോകാൻ കഴിയുന്നില്ല. അപ്പോൾ കിടക്കാനുള്ള പരിപാടിയാണ്. രണ്ടാൾക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ ടെൻറ്റിൽ ഇതിന് മുന്നേയും കുറേ സ്ഥലത്ത് ടെൻ്റ് അടിച്ചിട്ടില്ല. കുന്നിൻ്റെ ഉള്ളൊന്നുമല്ല, നമ്മൾ പെട്രോൾ പമ്പിലും ബാക്കി അങ്ങനെ സ്ഥലങ്ങളിലും അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടല്ല നമ്മൾ ഈ ടെൻറ്റ് കിടക്കുന്നത്. ഇപ്പം കിടക്കാനുള്ള പരിപാടിയാവും. അപ്പം ബാക്കി നാളെ രാവിലെ ടെൻ്റ് അടിച്ചെടുക്കുന്നത് രാവിലെ 6 മണിക്ക് നമ്മൾ എണീച്ചിട്ട് കുറച്ച് മുകളിലോട്ട് നടന്ന് കയറാൻ ഒരു ചെറിയൊരു പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് വന്ന് കയറിയിട്ടായില്ല സൺറൈസ് കാണണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വെളിച്ചം നല്ലപോലെ വന്നിട്ടുണ്ട്. സൂര്യനെ കാണുന്നില്ല. എന്നാ സംഭവം കണ്ടില്ല. ഈ സാധനം കൊണ്ടുപോയിട്ട് കുറച്ച് വിറകിൻ്റെ കഷ്ണം കൂടി അതിലിട്ടിട്ട് ചായ വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ട്രൈ ചെയ്യണം. അതിനാണ് ഈ സാധനം കൊണ്ടുപോകുന്നത്. ഇതാവുമ്പോൾ കത്തും. എന്നിട്ട് വേണം ചായ വെക്കാൻ വേണ്ടിയിട്ട്. ബാ എന്താ ഒരു ഫീലിംഗ്. ഏതോ ഒരു കുന്നിൻ്റെ മുകളിൽ ഇന്നലെ രാത്രി വന്ന് ടെൻ്റ് അടിച്ച് രാവിലെ കാട്ടിൽ പോയി വിറക് വർക്കാക്കിക്കൊണ്ടുവന്ന് തീ കൂട്ടി ചായ വെച്ച് കഷ്ടപ്പെട്ട് ചായ വെച്ച് നല്ല ഈ ടോപ്പ് നില വ്യൂ കണ്ടിട്ട് കട്ടൻ ചായ ഇടുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആരോട് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ച സ്ഥലം. മൗണ്ട് കൊട്ടത്തലച്ചി. നമ്മളെ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ഇതിനിടയ്ക്ക് അറിഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ച് ഇന്നിപ്പോൾ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ചായ വെച്ച് കുടിച്ചു, വ്യൂ പോയിൻ്റ് കഴിഞ്ഞു. നല്ല വെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളിവിടുന്ന് പോകാൻ കായലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.